നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻ്റഗ്രേഷന് പറ്റിയിട്ടാണ്. ഇൻ്റഗ്രേഷനിലോട്ട് പറയുന്നതിന് മുമ്പ് ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കണം. ഒരു മാർക്കിനൊക്കെ ചോദിക്കുക ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുക. f(x)=1/3x³. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ഫംഗ്ഷൻ സ്മോൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഈ ക്യാപിറ്റൽ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് 1/3x³ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ 1/3x³ ഡെറിവേറ്റീവ്. അപ്പോൾ 1/3 കോൺസ്റ്റൻ്റ് ആണ്. x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x⁻n ഡെറിവേറ്റീവ് എന്താണ്? x⁻n എന്ന് പറയുന്നത് nx⁻n-1 ആണ് x⁻n ഡെറിവേറ്റീവ്. അപ്പം നമുക്ക് എക്സിൻ്റെ പവർ എത്രയാണോ അതേ ഇൻറ്റു അതൊന്ന് കുറച്ച് എഴുതുക എന്നാണ്. അപ്പോൾ x³ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഇൻറ്റു n സ്ഥാനത്ത് 3 ആണ്. 3 ഇൻറ്റു x⁻1 കുറയ്ക്കുക. 3 1 പോകുമ്പോൾ 2. അപ്പോൾ നമുക്ക് ഈ 3യും 3യും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആൻസർ x² എന്ന് കിട്ടും. അതായത് x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫംഗ്ഷൻ കിട്ടുന്നത്. ഇതിനെ നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്നും പറയും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഫൈൻഡ് ദ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഈ f(x)=1/3x³ എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് വിച്ച് ഫംഗ്ഷൻ? ഏത് ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന ആളെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഫംഗ്ഷനെ കിട്ടും. അതായത് ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടാണ് ആരോ ഇട്ടിരിക്കുന്നത്. ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇയാളെ പറയുന്ന പേരാണ് ആൻറ്റി ഡെറിവേറ്റീവ്. ഇനി ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ് വേണ്ടതെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവിന് ടെക്സ്റ്റിൽ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എ ഫംഗ്ഷൻ എഫ് ഈസ് കോൾഡ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ സ്മോൾ എഫ്. ശ്രദ്ധിക്കുക, 2 എഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും. ആരുടെ ആൻറ്റി ഡെറിവേറ്റീവ്? സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. കണ്ടീഷൻ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് സ്മോൾ f(x) കിട്ടണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഒരു മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഇൻ്റഗ്രേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് റിസൾട്ട് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് വളരെ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് റിസൾട്ട്സ് കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. ഒന്നിൻ്റെ ഇൻ്റഗ്രലിൻ്റെ സിമ്പിളൊക്കെ അറിയായിരിക്കും. +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് 2 ടൈപ്പ് ഇൻ്റഗ്രലാണ് ഉള്ളത്. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, പിന്നെ ഉള്ളത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രലിന് ലിമിറ്റ് കാണൂല. എന്നാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് നമ്മൾ ഇൻ്റഗ്രൽ a to b എന്ന് പറയുന്ന ഇൻ്റഗ്രലിന് ലിമിറ്റ് കാണും. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. രണ്ടിനും റിസൾട്ട് സെയിം ആണ്, പക്ഷെ കണ്ടുപിടിക്കുന്നതിൽ വാല്യൂസിൽ വ്യത്യാസം വരും. അത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് കുറച്ച് ഫോർമുലാസ് അത്യാവശ്യമായി കാണാതെ പഠിച്ചിരിക്കുക. 1ൻ്റെ ഇൻ്റഗ്രൽ 1 dx. 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x ആണ്, x+c. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് നമുക്ക് ഇവിടെ ലിമിറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റും കൂടി ഇട്ട് കൊടുക്കണം. ഇനി x⁻n നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് nx⁻n-1. എന്നാൽ x⁻n ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁻n+1/n+1+c. ഈ +c എല്ലാത്തിലും കാണും, കാരണം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ് അങ്ങനെ. ഇനി 1/x ഇൻ്റഗ്രൽ ലോഗ് മോഡ് x+c. e⁻x ഇൻ്റഗ്രൽ e⁻x തന്നെ. a⁻x ഇൻ്റഗ്രൽ a⁻x/log a+c. അടുത്ത് sin x ഇൻ്റഗ്രൽ -cos x. ഇനി cos x ഇൻ്റഗ്രൽ sin x. നമുക്കറിയാം sin x ഡെറിവേറ്റീവ് എന്തായിരുന്നു? cos x. cos x ഡെറിവേറ്റീവ് -sin x. തിരിഞ്ഞു പോവരുത്. ഇൻ്റഗ്രൽ വരുമ്പം sin x ഇൻ്റഗ്രൽ -cos x, cos x ഇൻ്റഗ്രൽ sin x. ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻസ് നോക്കണ്ട, അത് തൽക്കാലം പഠിക്കാനില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. sec²x ഇൻ്റഗ്രൽ tan x + c. cosec²x -cot x. sec x tan x sec x. cosec x cot x -cosec x. cot x log mod sin x + c. ഇനി tan x ഇൻ്റഗ്രൽ -log cos x. sec x ഇൻ്റഗ്രൽ log sec x + tan x. cosec x ഇൻ്റഗ്രൽ log cosec x - cot x. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ റിസൾട്ട്സ് ഇവിടെ പഠിച്ചിരിക്കണം.
ഓക്കെ, അടുത്ത ഇൻ്റഗ്രൽ 1/√(a²-x²). ഈ ഫോമിൽ 1/√(a²-x² വന്നാൽ ഇൻ്റഗ്രൽ വാല്യൂ സൈൻ ഇൻവേഴ്സ് x/a ആണ്. -1/√(a²-x² എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് x/a. പിന്നെ ഉള്ളത് 1/a²+x² എന്ന് പറയുന്നത് 1/a ടാൻ ഇൻവേഴ്സ് x/a. അതിൻ്റെ കൂടെ തന്നെ ഒരു നെഗറ്റീവ് വന്നാൽ ടാനിൻ്റെത് കോട്ടായി മാറും, 1/a കോട്ട് ഇൻവേഴ്സ് x/a. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം, ഈ 19 വരെ ഉള്ളതെങ്കിലും മിനിമം പഠിച്ചിരിക്കുക. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരും. ഡെയിലി ഒരു 2 3 വീതം ഒരു ഡെയിലി പഠിച്ചാൽ മതി, തറവായിക്കോളും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇൻ്റഗ്രൽ x² dx. x² ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഇൻ്റഗ്രൽ x⁻n dx. ഇൻ്റഗ്രൽ x⁻n dxൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? x⁻n+1/n+1 c. അപ്പോൾ ഇവിടെ നോക്കൂ, x² എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും? x⁻n+1ൻ്റെ സ്ഥാനത്ത് 2+1/2+1 c. അപ്പോൾ x³ / 3 നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. നേരത്തെ നമ്മൾ ചെയ്തില്ലേ 1/3 x³ എന്ന് പറയുന്ന ആളിനെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് x² എന്ന് കിട്ടി. തിരിച്ച് x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1/3 x³. ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും, അതുകൊണ്ടാണ് ഇതിന് ആൻറ്റി ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആര്? ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ x³ dx. x³ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈ റിസൾട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. x⁻3+1/3+1 c x⁻4/4 c. ഈ പ്ലസ് സി വരാൻ കാരണം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ്. ഇത് മാറി ഇനി ലിമിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലസ് സി കൊടുക്കൂല, അത് പഠിക്കുമ്പോൾ അവിടെ പറയാം. അടുത്തത് ഇൻ്റഗ്രൽ 1/x⁵ dx. 1/x⁵ dx ഉണ്ട്, നമ്മൾ ഡയറക്റ്റ് റിസൾട്ട് പഠിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ x⁵ എന്ന് പറയുന്ന ആൾ ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്റർ കിടക്കുന്ന ആൾ ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ പവറിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യുക. ഇവിടുത്തെ പവർ 5, 5ൻ്റെ പവർ പോസിറ്റീവാണ്. അപ്പോൾ അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ -5 ആവും dx. ഇനി ഇതേ മോഡലിലുള്ളതാണ് നമ്മുടെ റിസൾട്ട് x⁻n. ഇവിടെ നമുക്കുള്ളത് x⁻−5. എന്നിൻ്റെ സ്ഥാനത്ത് എന്ന് പറയുന്നത് -5 ആയതുകൊണ്ട് റിസൾട്ടിനകത്ത് x⁻5+1/-5+1 x⁻−5+1 എന്ന് പറയുന്നത് ഡിഫറൻസ് സൈനാണ്. ഡിഫറൻസ് സൈൻ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ x⁻4/4 c. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ x⁻−4 നമുക്ക് ഇപ്പോൾ ന്യൂമറേറ്ററിലാണ്, അതിന് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവന്നാൽ 1/4 x⁻4 എന്നാവും. അതായത് -4 ആയി കിടക്കുന്ന ആള് ഡിനോമിനേറ്ററിലോട്ട് പോകുമ്പോൾ പവറിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും, പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. അപ്പോൾ 1/4 x⁻4 c എന്ന് വരും. നമുക്കിവിടെ ഓക്കെ -4 ആണ്. -5+1 എന്ന് പറയുന്ന -4. അപ്പോൾ ആൻസറിലൊരു നെഗറ്റീവും കൂടി കാണും. ഇനി അടുത്തത് ഇൻ്റഗ്രൽ √x dx. ആക്ച്വലി ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നേരത്തെ കാണിച്ചാൽ ലിസ്റ്റിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ്. ഇല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്തായാലും കണ്ടുപിടിക്കാം. √x എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പവറിലോട്ട് എഴുതുമ്പോൾ റൂട്ടിനെ നമ്മൾ പവറിലോട്ട് ആക്കുമ്പോൾ 1/2 x⁻1/2വിനെയാണ് നമ്മൾ √x എന്ന് എഴുതുന്നത് dx. ഇനി x⁻1/2 ഏത് ഫോമിലായി? x⁻n ഫോമിലായി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁻n+1/n+1. 1/2+1 ഒന്നും അരയും കൂടെ കൂട്ടുമ്പോൾ 1.5 വരും. 1.5 എന്ന് പറയുന്നത് 3ൻ്റെ പകുതി. അപ്പോൾ 3/2 എടുക്കുക, താഴെയും 3/2. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3/2 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/3 ആവും. സോ ആൻസർ ഇവിടെ പ്ലസ് സി കൊടുക്കണം. ആൻസർ 2/3 x⁻3/2 + c. ഇതാണ് √xൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ. ഇത് കാണാതെ പഠിക്കുന്നതും നല്ലതാണ്, കാരണം ഇത്രയും നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പ്രോബ്ലത്തിൽ √xൻ്റെ ഡെറിവേറ്റീവ് കാണാതെ പഠിച്ചിരുന്ന അത്രയും സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ √xൻ്റെ ഡെറിവേറ്റീവ് അല്ല, ഇൻ്റഗ്രൽ. √xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 2/3 x⁻3/2 + c.
നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ 4 cos x dx. നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ തന്നെ കോൺസ്റ്റൻ്റ് ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളെ വെളിയിലോട്ടിടാം. എന്നിട്ട് ഫംഗ്ഷനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. cos x dxനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ റിസൾട്ട് കാണിച്ചപ്പം പറഞ്ഞായിരുന്നു cos xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? sin x. അപ്പോൾ 4 × sin x പ്ലസ് സി ഇടണം, കാരണം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട്. അപ്പോൾ 4 sin x പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തിവിടെ നോക്കൂ, ഇൻ്റഗ്രൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ആഡിഷൻ വരുമ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്താൽ മതി. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2. അതെങ്ങനെയാണ് നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 കിട്ടിയത്? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 1 ഡി എക്സ് ആണ്. എക്സ് റൈസ് ടു എന്നിൻ്റെ അർത്ഥത്തിൽ എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2. എത്രയാണോ പവർ അതൊന്ന് കൂട്ടി എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ അതായത് 2 ആണ് പവർ, അത് ഒന്ന് കൂട്ടുക, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇതുപോലെ തന്നെയാണ് ഇവിടെ മൈനസ് വന്നാലും മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ അങ്ങനെയല്ല, അഡീഷനും സബ്ട്രാക്ഷനും വന്നാൽ ഓരോരുത്തരുടെ ഇൻ്റഗ്രൽ വാല്യൂ എഴുതിയാൽ മതി. പിന്നെ ഉള്ളത് പ്ലസ് സി. ഇനി അടുത്തൊരെണ്ണം നോക്കാം. ഇൻ്റഗ്രൽ 3x റൈസ് ടു 6 മൈനസ് 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും മൈനസും പ്ലസ്സും ആണ്. മൈനസും പ്ലസ്സും ആയതുകൊണ്ട് കുഴപ്പമില്ല, ഓരോരുത്തരെയായിട്ട് നമുക്ക് ചെയ്യാം. 3 എന്ന് പറയുന്ന ആൾ കോൺസ്റ്റന്റ്, അതുപോലെ ഇടുക. എക്സ് റൈസ് ടു 6 പവർ ഒന്ന് കൂട്ടുക, അപ്പോൾ എക്സ് റൈസ് ടു 7 ബൈ 7 മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്, പവർ ഒന്ന് കൂട്ടുക, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 7 കോൺസ്റ്റന്റ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1 എന്നാണ് അർത്ഥം, പവർ ഒന്ന് കൂട്ടുക, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 6. സോ എക്സ് പ്ലസ് 6. ഇനി ഇത് നമുക്ക് ഒന്നിച്ച് എഴുതിയാൽ 3 ബൈ 7 എക്സ് റൈസ് ടു 7 മൈനസ് 2 ബൈ 3 എക്സ് ക്യൂബ് പ്ലസ് 7 ബൈ 2 എക്സ് സ്ക്വയർ plus x plus c. So this is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇങ്ങനെ ഒരു നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, നമുക്കറിയാവുന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നന്നായിട്ട് ട്രിഗ്നോമെട്രിയുടെ ഒക്കെ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നോക്കുക, നമുക്കിതിന് ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ എത്ര സൈൻ ഉണ്ട്? സൈൻ സ്ക്വയർ ആണ്, അതായത് 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കോസ് ബൈ സൈനിനെ ആരാക്കാം? കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഒരു കോസും സൈനും കൂടി കോട്ടെക്സ് ആയി. ഇനി ഇവിടെ മിച്ചം 1 ബൈ സൈൻ എക്സ് ഉണ്ട്. 1 ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൊസീക്ക് എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഇൻ്റഗ്രലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുലകളിൽ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് ഉണ്ട്. ഇതാ നോക്കൂ, 11ാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് പറയുന്നത് ആരാണ്? മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ ഡയറക്റ്റ് റിസൾട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് പറയുന്നത് ആരാണ്? മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ടി സ്ക്വയർ മൈനസ് 2t റൈസ് ടു 4 ബൈ ടി റൈസ് ടു 4 ഇൻറ്റു ഡി ടി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എക്സിൻ്റെ വേരിയബിളിലായിരുന്നു, ഇപ്പോൾ അത് ടിയിലോട്ടായി. വേറെ ഒരു പ്രശ്നവുമില്ല, എക്സിൽ പഠിച്ച അതേ റിസൾട്ടുകൾ നമുക്ക് ടിയിലോട്ട് കൊണ്ടുവരാം. അതായത് ഇൻ്റഗ്രൽ ടി റൈസ് ടു എൻ ഡി ടി. ശ്രദ്ധിക്കുക, ഇവിടെ ടി ആണെങ്കിൽ ഇവിടെയും ടി തന്നെ ആയിരിക്കണം. ഇൻ്റഗ്രൽ ടി റൈസ് ടു എൻ ഡി ടി എന്ന് പറയുന്നത് ടി റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. നമ്മൾ എക്സിന് പഠിച്ച അതേ റിസൾട്ട് തന്നെ ടിയിലോട്ട് കൊടുത്താൽ മതി, വേരിയബിൾ മാറിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡിവിഷൻ പോലെ ഉള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ടി സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ, ഒറ്റ ഡിനോമിനേറ്റർ ആണ്, അത് നമുക്ക് 2 പേർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ടി റൈസ് ടു 4 മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു 4 ബൈ ടി റൈസ് ടു 4, പിന്നെ ഉള്ളത് ഡി ടി ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ടി ഉണ്ട്? 2 എണ്ണം. ഇവിടെ എത്ര ടി ഉണ്ട്? 4 എണ്ണം. അപ്പോൾ ക്യാൻസൽ ചെയ്ത് ഇവിടുത്തെ 2 ടിയും ഇവിടുത്തെ 2 ടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ഇവിടെ 2 ടി ഉണ്ട്. ഇവിടെ ടി റൈസ് ടു 4ഉം ടി റൈസ് ടു 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നോക്കൂ, 1 ബൈ ടി സ്ക്വയർ ആണ്. ടി സ്ക്വയർ ഡിനോമിനേറ്ററിലാണ്, അത് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോവാം? ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പ്രത്യേകത? ഇതിൻ്റെ പവറിൻ്റെ സൈൻ ഏതാണോ അത് റിവേഴ്സ് ചെയ്യും. ഇവിടുത്തെ പവർ 2 ആണ്, 2ൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ
അപ്പം ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ ഇൻ്റഗ്രൽ t⁻² മൈനസ് ഇനി ഇവിടെ മിച്ചം 2 മാത്രമേ ഉള്ളൂ ഇൻറ്റു dt. ഇനി നമുക്കറിയാം t⁻n എന്ന് പറയുന്നത് എന്താണ്? t⁻n+1/n+1 മൈനസ് 2 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2 ഇൻറ്റു പിന്നെ ഇവിടെ ഉള്ളത് 1, അതായത് കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഏതാണ്? വേരിയബിൾ ആണ്. ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് ആരായിരുന്നു? x+c ആയിരുന്നു. അപ്പോൾ ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് ആരായിരിക്കും? ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് t+c. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനി -2+1 എന്ന് പറയുന്നത് t⁻⁻1 ഇവിടെ -1 -2t, നമുക്ക് +c വേണം, +c. അപ്പോൾ ഈ t⁻⁻1 ഡിനോമിനേറ്ററിലോട്ട് വരുമ്പോൾ t⁻1 ആവും. അപ്പോൾ അതിന് നമുക്ക് -1/t -2t + c. ഇതാണ് ഇതിൻ്റെ ആൻസർ.